ഇടുക്കി രാജാക്കാട് സ്കൂളിനുള്ളിൽ തെരുവ് നായയുടെ ആക്രമണം. 2ാം ക്ലാസ്സുകാരിക്ക് പരിക്കേറ്റു. NRCT NV ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം. കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ ക്ലാസ്സിന് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സ്കൂളിനുള്ളിലെ തെരുവ് നായ ശല്യം പഞ്ചായത്തിൽ അറിയിച്ചിട്ടും നടപടിയൊന്നും എടുത്തില്ല എന്ന പരാതിയും ഉയരുകയാണ്. പ്രതികരണങ്ങൾ. കൊച്ചിക്ക് സ്കൂളിൽ വെച്ച് കൈ കഴുകാൻ പോയപ്പോൾ കൊച്ചിൻ്റെ കയ്യിലേക്ക് പട്ടി ചാടി കയറി കടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പലതവണ ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനാണെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തോ ഇവിടുത്തെ മറ്റധികൃതരോ ആരും ഇതിൽ ഇടപെടുന്നില്ല. പക്ഷെ പഞ്ചായത്തിൽ പറയുമ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ്, നിങ്ങളെന്തെങ്കിലും ചെയ്തോ എന്നാണ് പറയുന്നത്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ, എന്താ ഉണ്ടായത്? പരാതി പറഞ്ഞിട്ടും പഞ്ചായത്തിൽ നിന്ന് നടപടിയൊന്നും ഉണ്ടായില്ലേ? ഇടുക്കിയിൽ പല ഭാഗങ്ങളിലും ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമാവുകയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണം എന്ന് വേണമെങ്കിൽ ഈ NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ സംഭവം നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2ാം ക്ലാസ്സുകാരി ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രം കഴുകാനായി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ സമയത്താണ് സ്കൂളിന്റെ വരാന്തയിൽ കിടന്നിരുന്ന തെരുവുനായ പാഞ്ഞെടുക്കുകയും ആ കുട്ടിയെ ആക്രമിക്കുകയും ചെയ്തത്. ആ കുട്ടിയുടെ കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ സ്കൂളിൽ ഈ തെരുവുനായ ശല്യം ഉണ്ട് എന്നുള്ള കാര്യം രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിച്ചിരുന്നു. മാത്രമല്ല, അധ്യാപകർക്ക് ഈ തെരുവുനായകൾ ഉള്ള കാര്യം കൃത്യമായിട്ട് അറിയാവുന്നതാണല്ലോ. അവർ രാജാക്കാട് പഞ്ചായത്തിനെ പ്രസിഡന്റിനെ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞിട്ടും ഈ തെരുവ് നായ്ക്കളെ അവിടെ നിന്ന് ഓടിക്കുന്നതിനുള്ള നടപടി അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ള കാര്യം കൂടി പരാതിയായി ഉയരുന്നുണ്ട്. എന്തായാലും അടിയന്തരമായിട്ട് ഇനിയെങ്കിലും ആ സ്കൂളിൽ പരിസരത്തുള്ള തെരുവ് നായ്ക്കളെയൊക്കെ അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. പഞ്ചായത്ത് അതിനുള്ള നടപടി സ്വീകരിക്കണം. കുട്ടികൾക്ക് സ്വൈര്യമായി സമാധാനത്തോടുകൂടി ധൈര്യത്തോടുകൂടി സ്കൂളിൽ പോകാനുള്ള അവസരം ഒരുക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ രക്ഷിതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.